Meet the editors. കാര്യങ്ങളിൽ മുഖ്യമന്ത്രി വ്യക്തത വരുത്തിയോ എന്നുള്ളതാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ, ഈ മലപ്പുറം പരാമർശം, മലപ്പുറവുമായി ബന്ധപ്പെട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, അതിനുശേഷം ഹിന്ദു പത്രത്തിൽ വന്ന വാർത്ത, ഇതിലെല്ലാത്തിനും വ്യക്തത വരുത്തിയോ? സ്മൃതി, ഇന്നിപ്പോൾ ഹിന്ദു പത്രവുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയിൽ ഹിന്ദു നൽകിയ ഒരു വിശദീകരണമുണ്ടല്ലോ, ഒരു ഖേദപ്രകടനമുണ്ടല്ലോ. ആ ഖേദപ്രകടനം യഥാർത്ഥത്തിൽ ഒരു വലിയ വെളിപ്പെടുത്തലല്ലേ? അതെ, അവിടെയാണ് പ്രതിസന്ധി ആരംഭിക്കുന്നത്. ഒരു വലിയ വെളിപ്പെടുത്തലാണ് ഇന്ന് ഹിന്ദു നടത്തിയത്. എന്താണ് ഹിന്ദു പറഞ്ഞിരിക്കുന്നത്? നോക്കൂ, ഞങ്ങളെ ഇങ്ങോട്ടൊരു PR ഏജൻസി വന്ന് സമീപിച്ചു. ആ PR ഏജൻസിയുടെ പേര് കൈസൻ എന്നാണ്. കൈസൻ എന്ന PR ഏജൻസി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഏജൻസിയാണ്. നിങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. സ്വാഭാവികമായും ആ താല്പര്യം ഒരു ദേശീയ ദിനപത്രം എന്ന നിലയ്ക്ക് അവർ പ്രകടിപ്പിക്കുന്നു. അങ്ങനെ കേരള ഹൗസിൽ വെച്ച് ഈ മാസം 29-ാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ നൽകുന്നു. ഇത്രയും കാര്യങ്ങൾ വളരെ ക്ലിയർ ആണല്ലോ. ആ ഇൻ്റർവ്യൂ നൽകുമ്പോൾ 2 PR ഉദ്യോഗസ്ഥർ ആ ഇൻ്റർവ്യൂ നടക്കുന്ന മുറിയിലുണ്ട്. നമ്മളെല്ലാവരും മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ എടുത്തിട്ടുള്ളവരാണ്, അല്ലേ? അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരുടെ ഇൻ്റർവ്യൂ എടുത്തിട്ടുള്ളവരാണ്. ഇപ്പോൾ ടെലിവിഷൻ ചാനലിൽ നിന്ന് പോകുമ്പോൾ നമ്മുടെ ക്യാമറമാന്മാരുണ്ടാകും. വേണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി കൂടി അവിടെ ഉണ്ടാവും. അതല്ലാതെ മറ്റൊരാളും പുറത്തുനിന്ന് അവിടെ ഉണ്ടാകില്ല. ഇവിടെ ഒരു ദിനപത്രത്തിൻ്റെ ലേഖികയായിരിക്കുമ്പോൾ അവർ മാത്രം മതി. വേണമെങ്കിൽ അവരോടൊപ്പം ഒരു ഫോട്ടോഗ്രാഫറും ഉണ്ടാകാം. പിന്നെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയും മതി. അതിന് പുറത്ത് PR ഏജൻസിയുടെ 2 പേർ ഒരു മുഖ്യമന്ത്രിയുടെ അഭിമുഖം നടക്കുന്ന വേളയിൽ അവിടെ ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ സാധാരണമായൊരു കാര്യമല്ല. ഇനി അസാധാരണമായി സംഭവിച്ചത് എന്താണ്? മുഖ്യമന്ത്രി സംസാരിച്ച് ഇൻ്റർവ്യൂ പൂർത്തിയായതിനു ശേഷം 30 മിനിറ്റ് ഉണ്ടായിരുന്നു ഈ അഭിമുഖം എന്നാണ് പറയുന്നത്. അതിനുശേഷം ഈ റിപ്പോർട്ടർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ഏജൻസിയിലുള്ള ആളുകൾ വന്നിട്ട് പറയുകയാണ്, മുമ്പൊരു വാർത്താ സമ്മേളനത്തിൽ മലപ്പുറത്തെ ചില കാര്യങ്ങളെക്കുറിച്ച് കൂടി മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു, അതുകൂടി ഇതിൽ എഴുതി ഉൾപ്പെടുത്തണം എന്ന്. എന്നിട്ട് അത് റിട്ടേൺ ആയിട്ട് കൊടുക്കുകയാണ്. നോക്കൂ, ഇപ്പം ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തു. എൻ്റെ ഇൻ്റർവ്യൂവിൽ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ശ്രീ ആൻഡ്രൂ ഓഗസ്റ്റിൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇൻ്റർവ്യൂ എടുത്തു. അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ താങ്കളുടെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടില്ല. താങ്കൾക്ക് ഒരിക്കലും എന്നോട് പറഞ്ഞ കാര്യങ്ങൾ താങ്കളോട് പറഞ്ഞു എന്ന് പറയാൻ കഴിയില്ല. അത് സാധ്യമേ അല്ല. താങ്കളോട് പറഞ്ഞ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു എന്നും പറയാൻ കഴിയില്ല. മുഖ്യമന്ത്രി പല സന്ദർഭങ്ങളിൽ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ എന്നോട് പറയുന്ന കാര്യം മാത്രമേ എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ അഭിമുഖം എന്ന് പറയുന്നത് ഞാനും മുഖ്യമന്ത്രിയുമായി നടത്തുന്ന സംഭാഷണമാണ്. അത് മറ്റൊരാളുമായി നടത്തുന്ന സംഭാഷണമല്ല. അവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും എനിക്ക് എൻ്റേതാക്കി മാറ്റാൻ കഴിയില്ല. എനിക്ക് മുഖ്യമന്ത്രിയുടെ വായിൽ തിരുകാൻ കഴിയില്ല. ഇത് അഭിമുഖത്തിൻ്റെ ഒരു സാമാന്യ തത്വമാണ്. ഇവിടെ ഈ പറയുന്ന PR ഏജൻസിയുടെ ആളുകൾ വന്നിട്ട് പറയുന്നു, നേരത്തെ ഒരു വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എഴുതി നൽകാൻ ആവശ്യപ്പെടുന്നു. അവരെഴുതി കൊടുക്കുന്നു. ഞാനിവിടെ സംശയിക്കുന്നത്, ഒരു PR ഏജൻസി പറഞ്ഞാൽ ഹിന്ദു പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമത്തിൻ്റെ ലേഖിക അത് അങ്ങനെ തന്നെ ഉൾക്കൊണ്ട് അത് എഴുതിയെടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് ഉൾപ്പെടുത്തുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല. മറ്റൊരാളുടെ നിർദ്ദേശം അവിടെ ഉണ്ടാകണം. ഒന്നിലധികം പേരുടെയോ നിർദ്ദേശം അവിടെ ഉണ്ടാകണം. അതായത്, ഇത് നിങ്ങൾ എടുത്തോളൂ, അതുകൂടി ഉൾപ്പെടുത്തിക്കോളൂ, ഞങ്ങൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞുകൊള്ളാം. ഈ രീതിയിൽ പറയാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാകണം. അങ്ങനെ പറയാൻ കഴിയുന്ന ആരുടെയെങ്കിലും സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലേഖിക വളരെ കൺവിൻസിംഗ് ആയിട്ട് അത് കൊണ്ടുപോയി അതിൽ ഉൾപ്പെടുത്തുകയുള്ളൂ. അത് ചെയ്തത് വളരെ തെറ്റാണ്. അവിടെ ഹിന്ദു ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട്. അതൊരു ജേർണലിസ്റ്റിക് മര്യാദയുടെ ലംഘനമാണ്. തങ്ങളോട് പറയാത്തൊരു കാര്യം മറ്റൊരു സ്ഥലത്ത് പറഞ്ഞ കാര്യം തങ്ങളുടെ അഭിമുഖത്തിൽ ഉൾപ്പെടുത്തിയതിൽ ഖേദിക്കുന്നു. പക്ഷേ അതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? 1, ഒരു ഏജൻസി വന്ന് സമീപിക്കുന്നു. 2, ആ ഏജൻസിയിൽപ്പെട്ട 2 ഉദ്യോഗസ്ഥർ, അതിൻ്റെ ചുമതലക്കാർ ആ അഭിമുഖം നടക്കുന്ന സ്ഥലത്തുണ്ടായിരിക്കുന്നു. 3, അവരെഴുതി കൊടുക്കുന്നു ഇതുകൂടി ഉൾപ്പെടുത്താൻ. ഈ 3 കാര്യങ്ങളും അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു നിഗൂഢതയുണ്ട് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ ഏജൻസി, ആരുടെ താല്പര്യപ്രകാരമാണ് ഹിന്ദുവിനെ സമീപിച്ചത്? ഒന്നാമത്തെ ചോദ്യം. 2, ഹിന്ദു പോലൊരു ദിനപത്രത്തിന് പിണറായി വിജയൻ ഒരു അഭിമുഖം കൊടുക്കണമെങ്കിൽ ഒരു ഏജൻസിയുടെ എന്താ പറയുക, ഒരു ഇടനില ആവശ്യമുണ്ടോ? ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്തെ ബ്യൂറോ ചീഫിനോട് പറഞ്ഞാൽ മതി, ഹിന്ദുവിൻ്റെ ഞാനൊരു അഭിമുഖം നിങ്ങൾക്ക് തരാൻ താല്പര്യപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം പറയണമെന്നില്ല, അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറിയോ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. ആ സെക്കൻഡിൽ അവിടെ പോയി അഭിമുഖം എടുക്കത്തില്ല. ഇത് ഏത് പത്രം, ഏത് ചാനലാണ് മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖം ആഗ്രഹിക്കാത്തത്? പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കോൺടെക്സ്റ്റിൽ അവിടെ ഒരു ഇടനിലയുടെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല. പക്ഷേ കൈസൻ അത്ഭുതകരമായി പ്രത്യക്ഷപ്പെടുന്നു. അവരുടെ താല്പര്യത്തിനനുസരിച്ച് ചില വാക്കുകളും ചില പ്രസ്താവനകളും ഈ പറയുന്ന അഭിമുഖത്തിൽ ഉൾപ്പെടുത്തുന്നു. ഇന്ന് മുഖ്യമന്ത്രി വളരെ ബുദ്ധിപൂർവ്വമാണ് ഈ പറയുന്ന കാര്യത്തോട് സമീപിച്ചിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? മുഖ്യമന്ത്രി പ്രസംഗം തുടങ്ങി ഈ ഭാഗം വന്നപ്പോൾ, അതായത് ഈ വിവാദ കാര്യങ്ങളിൽ മറുപടി പറയാൻ തീരുമാനിച്ചപ്പോൾ ഹിന്ദു ഒരു ഖേദം ഇക്കാര്യത്തിൽ പ്രകടിപ്പിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത് ഞാൻ കണ്ടിട്ടില്ല.
അങ്ങനെ പറയുന്നത് എന്തിനാണ്? അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കൈസന്റെ കാര്യം വിശദീകരിക്കേണ്ട, PR ഏജൻസിന്റെ കാര്യം വിശദീകരിക്കേണ്ട. 2, അവിടെ ഈ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു എന്ന കാര്യം വിശദീകരിക്കേണ്ട. 3, ആ ഉദ്യോഗസ്ഥർ, അതായത് PR ഏജൻസിയുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞു കൊടുത്തതാണ് ഞങ്ങൾ അഭിമുഖത്തിൽ ഉൾപ്പെടുത്തിയത് എന്ന കാര്യം വിശദീകരിക്കേണ്ട. ഇക്കാര്യത്തിൽ ഒന്നും മറുപടി പറയേണ്ട. ഒരു ഖേദം, ഈ ഖേദം നിങ്ങൾ വായിച്ചു നോക്കിയാൽ 7 സെൻറ്റൻസേ ഉള്ളൂ. ഞാൻ എണ്ണി 7 സെൻറ്റൻസേ ഉള്ളൂ. 7 സെൻറ്റൻസ് വായിക്കാൻ പരമാവധി 7, 8, 9 സെക്കൻഡ് മതി. 10 സെക്കൻഡിന് അപ്പുറത്തേക്ക് വേണ്ട. 10 സെക്കൻഡ് കൊണ്ട് വളരെ വേഗത്തിൽ വായിക്കാവുന്ന ഒരു കാര്യം മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല. എന്നിട്ട് മുഖ്യമന്ത്രി അങ്ങനൊരു ഖേദപ്രകടനം അവർ നടത്തും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഒരു നിഗൂഢതയുണ്ട്. ചില കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ഒരു, എങ്ങനെയാണ് ഈ PR ഏജൻസി വരുന്നത്? ഇനി ഈ മലപ്പുറം പോലൊരു വിഷയം ദേശീയ ദിനപത്രമായ ഹിന്ദുവിൽ കൊടുക്കുന്ന അഭിമുഖത്തിലേക്ക് ഉൾപ്പെടുത്തുമ്പോൾ ആരുടെ താല്പര്യമാണത്? ആരെ ബോധ്യപ്പെടുത്താനാണ് ഈ വാക്ക് വരുന്നത്? എന്താണ് ഇതിനകത്ത് ഇടനില നിൽക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആ ലേഖികയെ ഇങ്ങനെയുള്ള വാക്കുകളും സെൻറ്റൻസുകളും അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നിർബന്ധിച്ചവർ ആരുടെ താല്പര്യം സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ ആരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു? കേരള ബന്ധത്തെക്കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ നിൽക്കുന്ന ഒരു കാലമാണല്ലോ നമ്മുടേത്. കേന്ദ്ര സർക്കാരുമായും കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന BJPയുമായും BJPയുടെ എന്താ പറയുക തലതൊട്ടപ്പൻ എന്ന് പറയാവുന്ന RSSുമായും ഒക്കെ പല കൊടുക്കൽ വാങ്ങലുകൾ ഈ CPMും അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ആരോപണങ്ങൾ ഉയരുന്നൊരു സാഹചര്യത്തിൽ ഒരു ദേശീയ ദിനപത്രത്തിന് കൊടുക്കുന്ന അഭിമുഖത്തിൽ ഇത്തരത്തിലൊരു വാക്ക് തിരികെ കയറ്റാൻ ശ്രമിക്കുമ്പോൾ എന്ത് സന്ദേശം ആർക്ക് കൊടുക്കാനാണ് ആ ഇൻ്റർവ്യൂവിലൂടെ ശ്രമിച്ചത്? നോക്കൂ, മലപ്പുറം എന്നൊരു വാക്കുകൊണ്ട് ഉണ്ടായിട്ടുള്ള വലിയ വിവാദമില്ലേ? ആ വിവാദം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമാണോ? ഒരു ചെറിയ തെറ്റൊന്നുമല്ല ഹിന്ദു വരുത്തിയിരിക്കുന്നത്. ഈ ഖേദപ്രകടനത്തിൽ ഇത് അവസാനിപ്പിക്കാൻ കഴിയുമോ? ഖേദപ്രകടനത്തിൽ അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു തെറ്റല്ല ഹിന്ദു ചെയ്തിരിക്കുന്നത്. മലപ്പുറം എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ വരുന്നത് വഴി ഒരു ജില്ലയെയും ആ ജില്ലയിലെ ഏതാണ്ട് 90% വരുന്ന മുസ്ലിം ജനവിഭാഗത്തെയും സംശയത്തിൻ്റെ നിഴലിലാക്കുകയും അത് വലിയൊരു വിവാദമായി കേരളത്തിലെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തെറ്റുപറ്റിപ്പോയി, അതിൽ ഖേദിക്കുന്നു, അതൊരു ജേർണലിസ്റ്റിക് മിസ്റ്റേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു വന്നാൽ അവിടെ അവസാനിക്കുന്നതാണോ ഈ പ്രശ്നം? അവിടെ ഇത് അവസാനിക്കില്ല. ഒന്ന്, അവിടെ അതുകൊണ്ട് ഹിന്ദു അക്കാര്യത്തിൽ കൂടുതൽ ശക്തമായ മറുപടി പറയണം. 2, നിങ്ങൾ നിയമ നടപടിക്ക് പോകണം. നിയമ നടപടികളിലേക്ക് പോകേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള ചെറിയ തെറ്റുകൾ എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തെ ഒരു ജനവിഭാഗത്തെ സംശയത്തിനെതിരില്ലാത്ത ആഴ്ത്തുകയും വർഗീയമായ ഒരു കലാപത്തിന് പോലും സാധ്യതയുള്ള അന്തരീക്ഷവും സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ്. എത്ര കേസുകൾ നമ്മൾ ഈ പറയുന്ന UAPയുടെയും സെഡിഷൻ്റെയൊക്കെ പേരിലെടുത്തൊരു രാജ്യദ്രോഹ കുറ്റത്തിൻ്റെയൊക്കെ പേരിൽ നിരന്തരം മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തുകൊണ്ടിരുന്ന ഒരു രാജ്യമല്ലേ ഇത്? പല മാധ്യമപ്രവർത്തകർക്കെതിരെ UAPയെയും ചുമത്തിയിട്ടില്ലേ? അപ്പോൾ ഈ നിയമങ്ങളൊക്കെ ഇവിടെ ഉപയോഗിച്ചത് എന്തിനാണ്? വർഗീയത ആൾ കത്തിക്കുന്നു, രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. അപ്പോൾ അത്തരം ഒരു കാര്യം ഹിന്ദുവിന് ചെയ്തിട്ടുണ്ടെന്നേ. ഒരു വാക്കെടുത്തങ്ങ് വെറുതെ അങ്ങ് ഉപയോഗിച്ചാൽ അതങ്ങ് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഒഴിയാവുന്നൊരു വാക്കല്ല ഇത്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്, ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് സർക്കാർ പറയണം, ഞങ്ങൾ ഈ ഖേദപ്രകടനത്തിൽ ഞങ്ങൾ അങ്ങ് സമാധാനിക്കുന്നു, എല്ലാം തൃപ്തിയായിരിക്കുന്നു എന്ന് ഒന്നുകിൽ സർക്കാർ പറയണം. 2, ഈ ഖേദപ്രകടനം അതൊരു കോളം വാർത്തയാണ്, ഇന്നിപ്പോൾ നമ്മളങ്ങ് ചർച്ച ചെയ്യും. പക്ഷേ ഈ പറഞ്ഞ ഈ അഭിമുഖം ഉണ്ടല്ലോ, അത് രാജ്യത്തുടനീളം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഖേദപ്രകടനമൊന്നും എവിടെ എത്തില്ല. നമുക്കറിയാവുന്നൊരു കാര്യമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിൽ സർക്കാർ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ളത് ആദ്യം അവർ വ്യക്തമാക്കണം. 2, ഈ ഏജൻസിയുമായുള്ള മുഖ്യമന്ത്രിയുടെ ബന്ധം എന്ന് പറയുന്നത് വ്യക്തമാക്കണം. ആ ഏജൻസിക്ക് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖത്തിലേക്ക് മുഖ്യമന്ത്രി പറയാത്ത, ആ അഭിമുഖത്തിൽ പറയാത്തൊരു കാര്യം തിരികെ കയറ്റാൻ എങ്ങനെയാണ് ശക്തി വന്നത് എന്ന് അന്വേഷിക്കപ്പെടണം. ആ ശക്തിക്ക് പിന്നിൽ മുഖ്യമന്ത്രിയോട് അടുത്തു നിൽക്കുന്ന ആരൊക്കെയാണുള്ളത് എന്ന് കണ്ടെത്തണം. ഇനി മുഖ്യമന്ത്രിയെയും അതേപോലെ തന്നെ കേന്ദ്രത്തിലെ ഏതെങ്കിലും ബോസിനെയും ഒരേപോലെ സംരക്ഷിക്കുന്ന രീതിയിൽ ആരെങ്കിലും നിന്ന് പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയണം. അതുമാത്രവുമല്ല, അതിൻ്റെ ഗുണഭോക്താക്കളാണോ സംസ്ഥാനത്ത് ഈ പറയുന്ന ഇടനിലക്കാർ എന്നറിയണം. ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾ ഇന്നത്തെ ഈ പറയുന്ന പ്രശ്നം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഹിന്ദുവിൻ്റെ ഖേദപ്രകടനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കൂടുതൽ ആക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയെയും ഈ സർക്കാരിനെയും എന്നാണ്. രണ്ടാമത്തെ കാര്യം, ഇനി കുറച്ച് കാര്യങ്ങളിനകത്ത് വ്യക്തത വരുത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ന് മുഖ്യമന്ത്രി. അതുകൂടി പറഞ്ഞേക്കാം. ഒന്ന്, ഭൂരിപക്ഷ വർഗീയത പോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയും ഞങ്ങൾ എതിർക്കുന്നു എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇന്ന് പിണറായി വിജയൻ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, 2016 തെരഞ്ഞെടുപ്പിൽ, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, 2020 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, 2024 അവസാനം നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വർഗീയത എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ CPM? ഏതെങ്കിലും ഒരു നേതാവ് ഉപയോഗിച്ചിട്ടുണ്ടോ? ന്യൂനപക്ഷ വർഗീയത എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടേ ഇല്ല. ആ
പിണറായി വിജയൻ ഇപ്പോൾ പറയുന്നു ഭൂരിപക്ഷ വർഗീയതയെ പോലെ തന്നെ ഞങ്ങൾ ന്യൂനപക്ഷ വർഗീയതയും എതിർക്കാൻ പോവുകയാണ്, ഒരു വർഗീയതയ്ക്കും ഞങ്ങൾ അനുകൂലമല്ല. നല്ല വ്യക്തത വരുത്തിയല്ലോ. അപ്പോൾ എന്താണ് ഈ രാഷ്ട്രീയ നയം എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാവോ? കമ്മ്യൂണിസ്റ്റ് നിലപാടുണ്ട് വർഗീയതയോട്. എന്താണ് കമ്മ്യൂണിസ്റ്റ് നിലപാട് വർഗീയതയോട്? ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരേ തുലാസിലിട്ട് സമീപിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് സമീപനം. കാരണം ഭൂരിപക്ഷ വർഗീയതയുടെ ഉൽപ്പന്നമോ ആണ് ന്യൂനപക്ഷ വർഗീയത. ന്യൂനപക്ഷങ്ങളായ ഒരു വിഭാഗം നിൽക്കുമ്പോൾ ഭൂരിപക്ഷം അവർക്കുമേൽ അധീശത്വം സ്ഥാപിക്കുമ്പോൾ സ്വാഭാവികമായ ഒരു ചെറുത്തുനിൽപ്പുണ്ടാകും. ആ ചെറുത്തുനിൽപ്പിനെ കൂടി കാണണം എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് സമീപനം. ഭൂരിപക്ഷ വർഗീയത സമം ന്യൂനപക്ഷ വർഗീയത എന്നൊരു നിലപാട് കമ്മ്യൂണിസ്റ്റുകൾക്കില്ല. ഇപ്പോൾ ഇതാ പുതിയൊരു നിലപാട് പ്രഖ്യാപനം, എൻ്റെ മനസ്സിലാക്കലാണ്, പുതിയൊരു നിലപാട് പ്രഖ്യാപനമാണ്. ഭൂരിപക്ഷ വർഗീയതയെ പോലെ തന്നെ ഞങ്ങൾ ന്യൂനപക്ഷ വർഗീയതയും കാണുന്നു. ആ വ്യക്തത എന്ന് പറയുന്നത് തുടർന്ന്, അതാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, തുടർന്ന് ഇവിടെ CPM എടുക്കാൻ പോകുന്ന നിലപാടാണ്. ഇനിയിപ്പോൾ മുസ്ലിം പ്രീണനം എന്ന് പറയുന്ന മുൾക്കിരീടം ചുമക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന പ്രസ്താവനയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത്. രണ്ടാമതൊരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. എന്താണെന്നറിയോ? അൻവറിനെ കൂടുതൽ കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് അൻവറിനെ കൂടുതൽ കുഴപ്പത്തിലാക്കിയിരിക്കുന്നത്? കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഹവാല, പണം, സ്വർണ്ണക്കടത്ത് രാജ്യസ്നേഹമുള്ളവരാണോ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതില്ലേ? ആ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിനെതിരെ ഒരു പുകമറ സൃഷ്ടിക്കുന്നവർ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി നിൽക്കുന്നവരാണ്. PV അൻവറിൻ്റെ പേരെടുത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് പിണറായി വിജയൻ സംസാരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വാടകയ്ക്ക് നാവ് കൊടുത്ത ആളുകൾ വഴിയിൽ നിന്ന് പലതും വിളിച്ചു പറയും. എന്നാൽ CPM എന്ന് പറയുന്നത് ഒരു സംഘടനയാണ്, അതിന് സംഘടനാ രീതികളുണ്ട്. ആ സംഘടനയെയും സംഘടനാ രീതികളെയും അതിൻ്റെ ആശയങ്ങളെയൊന്നും അട്ടിമറിക്കാൻ ഇത്തരത്തിലുള്ള ആളുകൾ വിചാരിച്ചാൽ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ PV അൻവറിൻ്റെ ഉദ്ദേശം എന്താണ്, ലക്ഷ്യം എന്താണെന്ന കാര്യത്തിനകത്ത് വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മുസ്ലിം തീവ്രവാദത്തോടോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തോടോ ഒക്കെയുള്ള സമീപനം എന്തായിരിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കുന്ന പോലെ ന്യൂനപക്ഷ വർഗീയതയും എതിർക്കും എന്ന് പറയുമ്പോൾ ഏതൊക്കെയോ വിഭാഗങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ശ്രമം CPM ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ രാഷ്ട്രീയ വ്യക്തത വന്നിട്ടുണ്ട്. അവ്യക്തമായിരിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും ഈ കൈസൻ എന്ന് പറയുന്ന ഏജൻസിയും തമ്മിലുള്ള ബന്ധം എന്താണ്, ആ ബന്ധത്തിൻ്റെ ഇടനിലക്കാരാരാണ്, ആ ബന്ധം വഴി കൊടുത്ത അഭിമുഖത്തിൽ മലപ്പുറം എന്ന വാക്ക് തിരികെ കയറ്റി ആരെയുടെ താല്പര്യത്തെയാണ് സംരക്ഷിച്ചത്, ആരെയാണ് പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചത്? അങ്ങനെ ഒരു സമ്മർദ്ദത്തിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആയിപ്പോകുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസായി പോകുന്നു? ഈ ചോദ്യങ്ങൾക്കെല്ലാം വരും ദിവസങ്ങളിൽ വ്യക്തത വരുത്തണം. ഞാൻ ഈ ഖേദപ്രകടനം കണ്ടിട്ടില്ല, അതിപ്പോൾ വന്നിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷ മാത്രം പങ്കുവെച്ചാൽ പോരാ. ഈ ഖേദപ്രകടനം നടത്തിയ ഹിന്ദു തൻ്റെ നാവിൽ താനറിയാതെ തിരികെ കയറ്റിയ മലപ്പുറം എന്നൊരു വാക്ക് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വിവാദങ്ങൾക്ക് കൂടി മറുപടി പറയാൻ ബാധ്യസ്ഥമാണ്. ആ വിവാദങ്ങൾക്ക് അവർ മറുപടി പറയാത്ത പക്ഷം നിങ്ങൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോകണം. അപ്പോൾ മാത്രമേ നിങ്ങളുടെ സത്യസന്ധത ഈ കാര്യത്തിൽ വ്യക്തമാവുകയുള്ളൂ. അതുകൊണ്ട് ഹിന്ദുവിൻ്റെ യഥാർത്ഥത്തിലെ ഇന്നത്തെ ഖേദപ്രകടനം ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPMനെയും പ്രതിക്കൂട്ടിലാക്കുകയോ പ്രതിസന്ധിയിലാക്കുകയോ ചെയ്തിരിക്കുന്നു എന്നാണ് എൻ്റെ നിലപാട്. അപ്പോൾ വ്യക്തത വരുത്തിയോ? വ്യക്തത കുറച്ച് കാര്യങ്ങളിൽ വരുത്തി, കുറച്ച് കാര്യങ്ങളിൽ വരുത്താതെയുണ്ട്. ഈ വ്യക്തത വരുത്തുന്നു എന്ന് പറയുമ്പോഴേ എൻ്റെ മറുപടി യെസ് എന്നാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താതിരുത്തുന്നത് ഒരു വ്യക്തതയാണ്. ആ അർത്ഥത്തിൽ ഞാൻ എസ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ CPMൻ്റെ രാഷ്ട്രീയ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. മുസ്ലിങ്ങളോടുള്ള സമീപനം എന്തായിരിക്കും എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂനപക്ഷ വർഗീയതയോടുള്ള സമീപനം എന്തായിരിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അൻവറിനോടുള്ള നിലപാട് എന്താണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അൻവർ എന്താണ് ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം വ്യക്തത വരുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ PR ഏജൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവ്യക്തത നിലനിർത്തുന്നത് തങ്ങൾക്ക് ചില കാര്യങ്ങൾ വ്യക്തമാക്കാൻ പരിമിതികളുണ്ട് എന്ന വ്യക്തതയാണ്. കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയോ എന്ന ചോദ്യത്തിന് വ്യക്തത വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി കോഴിക്കോട് നടത്തിയ പ്രസംഗത്തിൽ ആദ്യ ഭാഗത്ത് പൊതുവെ CPM നേതാക്കളൊക്കെ നടത്തുന്നതാണ് വിദേശ വിഷയങ്ങളിൽ യുദ്ധം, ലെബനൻ, ഇസ്രയേൽ, അതൊക്കെ പറഞ്ഞ ശേഷമാണ് ഏറ്റവും അവസാനമാണ് വിഷയത്തിലേക്ക് വരുന്നത്. അങ്ങനെ വിഷയത്തിലേക്ക് വരുമ്പോൾ PV അൻവറിന് അതിശക്തമായ വിമർശനം, അൻവറിൻ്റെ പേര് പറഞ്ഞു തന്നെ വിമർശനം വരുന്നു. അപ്പോൾ അദ്ദേഹം വീണ്ടും ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു ജില്ലയെ അപമാനിക്കാനല്ല എന്ന കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ 21-ാം തീയതി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കണക്കുകൾ, ആ കണക്കുകൾ തന്നെയാണ് വീണ്ടും നിരത്തുന്നത്. അപ്പോഴും കരിപ്പൂർ മലപ്പുറം ജില്ലയിലാണ് എന്ന് അദ്ദേഹം പറയുന്നു. ആ കണക്കുകൾ അദ്ദേഹം വിശദീകരിക്കുന്നു. സംസ്ഥാനത്താകെ പിടിച്ച ഹവാല പണവും സ്വർണ്ണത്തിൻ്റെ കണക്കൊക്കെ പറയുന്നത് തന്നെയാണ് 21-ാം തീയതിത്തെ പത്രത്തിലും വന്നിട്ടുള്ളത്, വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ളത്. ഇത് വീണ്ടും വിശദീകരിക്കുമ്പോൾ ഇത് ഒരു സാധാരണഗതി ഇങ്ങനെ ഒരു വിവരം പുറത്തേക്ക് നൽകുമ്പോൾ അതൊരു വിവാദമാകുമായിരുന്നില്ല. പക്ഷേ ഏത് പശ്ചാത്തലത്തിലാണ് ഇത് ചർച്ച ചെയ്യപ്പെടുന്നതാണല്ലോ പ്രധാനം. ഇത് ADGP RSS കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ച എന്തിനാണ് എന്ന സംശയമായിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിക്ക് ഒരു വിമർശനമില്ല എന്ന് വരുന്നു, CPMന് ഒരു വിമർശനമില്ല എന്ന് വരുന്നു. രാഷ്ട്രീയ വിമർശനം വരേണ്ടയിടത്ത് DGPയെ കൊണ്ട് അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് അതിൻ്റെ റിപ്പോർട്ട് കാത്തിരിക്കുന്നു. അതിൽ അസ്വാഭാവികമായ സമീപനം, ഇതാണല്ലോ ഇതിൻ്റെ തുടക്കം. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ മലപ്പുറം വിമർശനം വരുന്നത്, അൻവർ ഉന്നയിക്കുന്നത്
പറയുന്നത് DGPക്ക് RSS ബന്ധം, ADGPക്ക് RSS ബന്ധം, ADGP അവിടെ സ്വർണ്ണക്കടത്തുകാരുമായി ബന്ധം, കൊലപാതകങ്ങളുമായി ബന്ധം, അവിടെ സ്വർണ്ണക്കടത്ത് കസ്റ്റംസിലെ ചില ഉദ്യോഗസ്ഥർക്ക് പോലീസിലെ ചിലരുമായിട്ടുള്ള ബന്ധം, അവരെങ്ങനെയാണ് സ്വർണം കടത്തിക്കൊണ്ടുപോകുന്നത് എന്നതടക്കമാണ് വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം വിശദീകരിച്ചിരുന്നത്. അപ്പോൾ അതിന്മേലൊരു അന്വേഷണം നടത്തുക എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കാര്യങ്ങളിലേക്ക് പോകാതെ മലപ്പുറം എന്ന ജില്ലയെ എന്തുകൊണ്ട് പറഞ്ഞു? ജില്ല എന്ന് പറയുന്നത് സാങ്കേതികമാണ്. ഞങ്ങൾ ന്യൂനപക്ഷത്തിനൊപ്പം ഏതൊക്കെ കാലങ്ങളിൽ നിന്നിട്ടുണ്ട്, എത്രത്തോളം ശക്തമായ ന്യൂനപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നവരാണ്. മതേതരമായ ഞങ്ങളുടെ നിലപാട് യഥാർത്ഥത്തിലുള്ള ന്യൂനപക്ഷം സംശയിക്കുന്നില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. അതിനിടയ്ക്ക് നേരത്തെ ചന്ദ്രചൂഡിനെതിരെ വർഷങ്ങൾക്ക് മുമ്പ് ഉയർത്തിയ അതേ വിമർശനം തന്നെ, നാവ് വാടകയ്ക്ക് എടുത്തു എന്നുള്ള വിമർശനം തന്നെ ഇപ്പോൾ അൻവറിൻ്റെ കാര്യത്തിലും ഉയർത്തുന്നു. പുകമറ വഴി ഏതു കൂട്ടരെ കൂടെ കൂട്ടാം എന്ന് പ്രതീക്ഷിക്കുന്നു, അവർ തന്നെ തള്ളിപ്പറയും അൻവറിനെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അൻവറിൻ്റെ ഈ സമ്മേളനം, അൻവർ നടത്തിയിരിക്കുന്ന പൊതുസമ്മേളനത്തിലൊക്കെ വരുന്ന ആളുകൾ ആകാംക്ഷയോടെ ഇയാൾ ഇതെന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ വരുന്ന ആരൊക്കെയോ ആണ്. അത് അൻവറിനെ പിന്തുണയ്ക്കുന്നവരല്ല എന്നുള്ളതാണ് CPM-ൻ്റെയും നിലപാട്. അതോടൊപ്പം തന്നെ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരേ ത്രാസിൽപ്പെടുത്തിക്കൊണ്ട് പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കുന്നു എന്ന് ഇന്ന് പിണറായി വിജയൻ പറയുന്നു. കഴിഞ്ഞ ദിവസം അത് MV ഗോവിന്ദനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു പാർട്ടി ലൈനായി തന്നെ വരികയാണ്, മുഖ്യമന്ത്രിയുടെ മാത്രം ലൈനല്ല. അപ്പോൾ അത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ടൊക്കെ വന്നിരിക്കുന്ന ഒരു നിലപാട്, ഈ ന്യൂനപക്ഷ പ്രീണനം എന്നുള്ള ആരോപണം അത് പാർട്ടിക്ക് ദോഷം വരുത്തിയിരിക്കുന്നു, കിട്ടിയിരുന്ന ഇഴവ വോട്ടുകൾ, ഹൈന്ദവ വോട്ടുകൾ നഷ്ടപ്പെടുത്തിയെന്ന വിലയിരുത്തലിൽ നിന്ന് വന്നതായിരിക്കാം. പക്ഷേ പൂർണ്ണമായും ന്യൂനപക്ഷം ഞങ്ങൾക്ക് വിരുദ്ധരാകുന്നു എന്നൊരു തോന്നലിൽ വന്ന ഘട്ടത്തിലാണ് ഇതിലൊക്കെ ഒരു പ്രതികരണത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ്, ഈ ഒരു വിശദീകരണത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ദ ഹിന്ദു നൽകിയ വാർത്തയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിട്ടുള്ളത്, ഹിന്ദുവിൽ വന്നത് പറയാത്ത കാര്യം എന്ന് പറയുമ്പോൾ അഭിമുഖത്തിൽ പറയാത്ത കാര്യമാണ്. പക്ഷേ 21-ാം തീയതി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം, അങ്ങനെ പറഞ്ഞ കാര്യം 2 വരി പ്രത്യേകമായി എടുത്തു ചേർക്കണമെന്ന് പറയുമ്പോൾ ഒരു നാടിന് വിരുദ്ധമായ കാര്യം എന്ന് പറയുമ്പോൾ ദേശദ്രോഹം എന്നുള്ളതാണ്. ദേശദ്രോഹം എന്നുള്ള പ്രയോഗം അതിൽ നടക്കുന്നു. നാടിന് വിരുദ്ധമായ കാര്യം എന്നുള്ള മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിൽ തന്നെ പറയുന്നുണ്ട്. നാടിനെതിരായ കുറ്റകൃത്യം അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്. മലപ്പുറത്തെ സ്വർണ്ണക്കടത്തും ഹവാല പണമുഴക്കും കണക്ക് പറഞ്ഞ് അദ്ദേഹം വിശദീകരിക്കുന്നു. സ്വർണം, മയക്കുമരുന്ന്, ഹവാല പണം കടത്തുന്നത് നാടിനെതിരായ കുറ്റകൃത്യം തന്നെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആ കാര്യം എടുത്തു ചേർത്തുകൊണ്ട് ഈ ഇൻ്റർവ്യൂ പൂർത്തിയാക്കുന്നു. ശോഭന K. നായർ എന്ന പ്രധാനപ്പെട്ട സീനിയറായിട്ടുള്ള ജേർണലിസ്റ്റ് തന്നെയാണ് അവർ, ഈ കാര്യത്തിൽ എഡിറ്റർ തന്നെയാണ് അവർ, തന്നെ ഈ അഭിമുഖം തയ്യാറാക്കുന്നു. ഇന്നിപ്പോൾ CPM പ്രതിനിധി ഈ എൻ്റെ ചർച്ചയിൽ നടത്തിയിരിക്കുന്ന ഒരു വിശദീകരണം എന്നുള്ള പാർട്ടി നിലപാടായി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ദ ഹിന്ദുവിൻ്റെ ലേഖിക ശോഭന K. നായർ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബന്ധപ്പെട്ടത്, PR ഏജൻസിയല്ല. അപ്പോൾ അവർ ആവശ്യപ്പെട്ടത് പ്രകാരം, ഹിന്ദു ആവശ്യപ്പെട്ടത് പ്രകാരം നൽകിയ അഭിമുഖം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ദ ഹിന്ദുവിൻ്റെ ഈ റിപ്പോർട്ട് അല്ലെങ്കിൽ എഡിറ്റർ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഇന്ന് അരുൺകുമാർ നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഹിന്ദുവിൻ്റെ വിശദീകരണത്തിൽ അവർ പറയുന്നു, ഈ PR ഏജൻസിയുടെ 2 പ്രതിനിധികൾ തന്നോട് ഇങ്ങോട്ട് സമീപിക്കുകയായിരുന്നു, മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ എടുത്തു തരാം. അല്ല, ഹിന്ദുവിന്റെ വിശദീകരണത്തിൽ ഒരു ഭാഗം മാത്രം ശരിയും മറ്റു ഭാഗം തെറ്റുമാകില്ലല്ലോ. ഇപ്പൊ ആദ്യത്തെ വരി എന്ന് പറയുന്നത് PR ഏജൻസി കൈസാൻ അപ്രോച്ച് ദ ഹിന്ദു ഓഫറിംഗ് ആൻ ഇന്റർവ്യൂ വിത്ത് ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ എന്നാണ്. അപ്പം ഇങ്ങോട്ട് സമീപിച്ചു എന്ന് തന്നെ പറയുന്നു. അത് മാത്രമല്ല, ഈ വരികൾ എഴുതി ചേർക്കാൻ പറയുമ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ എഴുതി തരണം, അങ്ങനെ രേഖാമൂലം കിട്ടണം, അല്ലാതെ ഞാൻ ചേർക്കില്ല. അങ്ങനെയും ചേർക്കേണ്ട കാര്യമില്ല. ഒരു PR ഏജൻസി പറയും അത് തെറ്റാണ്, അത് ധാർമ്മികമായി തെറ്റാണ്. പക്ഷേ അങ്ങനെ എഴുതി തന്ന തെളിവ് അവരുടെ പക്കലുണ്ട്. അങ്ങനെ എഴുതി തന്ന് അത് ചേർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചേർത്തുകൊണ്ട് ദ ഹിന്ദു എന്ന നാഷണൽ പത്രത്തിൽ, അതായത് ഇംഗ്ലീഷ് ദേശാഭിമാനി എന്ന ക്ലീശ പ്രയോഗമായിരിക്കാം, പക്ഷേ ആ പ്രയോഗം ഒരുപാട് കാലമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്രത്തോളം ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പത്രം ചില ഘട്ടങ്ങളിൽ അങ്ങനെയല്ല അതായി കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെയുള്ള സത്യമാണ്. പക്ഷേ പൊതുവെ അങ്ങനെയാണ് കരുതപ്പെടുന്നത്. അങ്ങനെ ഒരു പത്രത്തിൽ തന്നെ ഇങ്ങനെയൊരു ഇൻ്റർവ്യൂ വരിക എന്നുള്ളത് ആരുടെ ഉദ്ദേശമായിരുന്നു? അത് കേരളത്തിലെ വായനക്കാർക്ക് വേണ്ടിയല്ലല്ലോ, അങ്ങ് നാഷണൽ ലെവലിൽ ഡൽഹിയിൽ വായിക്കാൻ വേണ്ടിയാണോ ആ വാർത്ത ആ രൂപത്തിൽ വരുത്തിയത്? അപ്പോൾ ഈ ഏജൻസി ഞങ്ങളുടെ ഏജൻസിയല്ല, ഞങ്ങൾക്കിങ്ങനെ ഒരു ഏജൻസിയുമായി ബന്ധമില്ല എന്ന് CPM പ്രതിനിധി ഈ ചർച്ചയിൽ പറയുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുഖ്യമന്ത്രി ഓഫീസ് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്ക് ഈ PR പരിപാടികൾ ചെയ്യാനായി PRD ഉണ്ട്. മുഖ്യമന്ത്രിക്ക് തന്നെ 12 ഉപദേഷ്ടാക്കളുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി അറിയാതെ എങ്ങനെയാണ് ഒരു PR ഏജൻസിയിലെ 2 അംഗങ്ങൾ ഈ ഇൻ്റർവ്യൂവിൽ ഉടനീളം പങ്കെടുക്കുകയും
തീരുമാനിക്കുകയും അതിൻ്റെ കണ്ടന്റ് തീരുമാനിക്കുകയും ചെയ്യുന്നത്. ആ കണ്ടന്റ് തീരുമാനിച്ച് അതിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് ആയി കഴിയുമ്പോൾ സ്വാഭാവികമായും അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനൊന്ന് കാണിക്കേണ്ടതാണ്. ദ ഹിന്ദു ആയതുകൊണ്ട് അങ്ങനെ പോകട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുശേഷം അങ്ങനെ ഒരു പിഴവ് വന്നു, ഇങ്ങനെ ഗുരുതരമായ ഒരു പ്രശ്നം വന്നു എന്ന് വരുന്നത് ഇന്നലെ രാവിലെ പത്രത്തിൽ വന്ന വാർത്ത. ഇന്ന് നേരത്തോട് നേരം, ഇന്ന് സന്ധ്യയാകുമ്പോഴാണ് പ്രതികരിക്കുന്നത്. ഇത്രയും സമയമെടുക്കുകയാണ്. ആ സമയമെടുക്കുമ്പോഴും ഇങ്ങനെ ഒരു ഏജൻസി ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല, ഈ ഏജൻസിക്കെതിരെ ഇതാ ഞങ്ങൾ നിയമ നടപടിക്ക് പോകുന്നു എന്നൊരു വാചകം ഇതുവരെയും വന്നിട്ടില്ല. ദ ഹിന്ദുവിന് പിഴവ് പറ്റി എന്ന് പറയുമ്പോൾ, എഡിറ്റർ ഖേദപ്രകടനം നടത്തുമെന്ന് പറയുമ്പോൾ, ഖേദപ്രകടനം നടത്തുമ്പോൾ ആ ഖേദപ്രകടനത്തിൽ തീർന്നോ? ആ ഖേദപ്രകടനത്തിലാണ് നേരത്തെ ഉണ്ണിവാർഷം പറഞ്ഞ പോലെ അവിടെയാണ് ഒരു വെളിപ്പെടുത്തലുണ്ടാകുന്നത്. ആ വെളിപ്പെടുത്തലോട് എന്താണ് പ്രതികരിക്കാത്തത്? ഈ നേരത്തോട് നേരമാകുന്നു. ഈ വൈകൽ എന്താണ്? ഇപ്പോൾ ഈ ADGP RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് വന്ന വൈകൽ പോലെ തന്നെ ഈ വൈകലിനെയും കാണേണ്ടി വരും. എല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ വൈകൽ എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആരാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വേണ്ടി എന്ന രൂപത്തിൽ ഈ കാര്യത്തിൽ ഇടപെട്ടത്? അപ്പോൾ ഈ പ്രധാനപ്പെട്ട PR ഏജൻസിയാണ്, ചിലർ PR ഏജൻസി ഒന്നല്ല, ബഹുരാഷ്ട്ര കമ്പനികൾക്ക് വേണ്ടി തന്നെ പോകുന്ന PR ഏജൻസിയാണ്. ആ PR ഏജൻസിയിലെ 2 പ്രമുഖർ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി PR പ്രവർത്തനം നടത്തിയിട്ടുള്ളതാണെന്നുള്ള പേരടക്കം വന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്ഥാപനത്തിൽ പങ്കെടുത്തതാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതാണ്. നമ്മളിപ്പോൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് അവരോട് ഏജൻസിയെ ബന്ധപ്പെടുമ്പോഴും അവർ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഞങ്ങൾക്ക് ബന്ധമുണ്ട് എന്ന് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ വിശദീകരിക്കാൻ തയ്യാറായിട്ടുമില്ല. അപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി അറിയാതെ, മുഖ്യമന്ത്രി അറിയാതെ, മുഖ്യമന്ത്രിക്ക് വേണ്ടി എന്ന നിലയിൽ ആരോ ഒരാൾ ഇടനില നിന്നോ? ആ ചോദ്യമില്ലേ? ആ ചോദ്യം പാർട്ടിക്കില്ലേ? മുഖ്യമന്ത്രിക്കില്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസിനില്ലേ? അങ്ങനെയെങ്കിൽ നിയമ നടപടി എന്ന ആവശ്യം ഉയർത്തുമോ? ഈ ചോദ്യങ്ങൾ അവിടെ നിൽക്കുകയാണ്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഈ തരത്തിൽ ഈ പറയുന്ന നെക്സസ്, വേറെന്തോ തരത്തിലുള്ള നെക്സസ് പ്രവർത്തിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ. ഇന്ന് നോക്കൂ, ഇന്നത്തെ ദിവസം സ്വർണ്ണക്കടത്തുമായി മുഖ്യമന്ത്രി ഇങ്ങനെ മലപ്പുറത്തെ കണക്കുകളൊക്കെ പറയുമ്പോൾ ഇവിടെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നേരത്തെയും വലിയ വിവാദം ഉണ്ടായിട്ടുണ്ടല്ലോ. ആ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം, EDയുടെ അന്വേഷണം എവിടെ എത്തി? എന്താണ് നിങ്ങൾ മുന്നോട്ട് പോകാത്തത് എന്ന് ഇന്ന് കോടതി EDയോട് ചോദിച്ച ദിവസം കൂടിയാണ്. അപ്പോൾ അതും അവിടെ നിൽക്കുകയാണ്. അപ്പോൾ സ്വർണ്ണക്കടത്ത് എന്ന് പറഞ്ഞാൽ മലപ്പുറം മാത്രമാണ്. മലപ്പുറം ജില്ലയിൽപ്പെട്ടതാണ് കരിപ്പൂർ എന്ന് പറഞ്ഞ് അതിനെ സാങ്കേതികമായി പറഞ്ഞ് അവസാനിപ്പിച്ചാൽ അതങ്ങ് മുഴുവൻ വിഴുങ്ങുന്നവരല്ല ഇവിടുത്തെ ന്യൂനപക്ഷം. നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ താല്പര്യം എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ജനത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉയരും. ഈ നാടിനറിയാം എന്നെ എന്ന് വെറുതെ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞാൽ പോരാ. നാടിനറിയേണ്ട കാര്യങ്ങൾ നാട്ടിലുള്ളവരോട് പറയുക കൂടി വേണം. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. ആകെ കൂടി അവ്യക്തതയാണ്, പുകമറയാണ്. നാളെയാണ് പ്രതികരിക്കുന്നെങ്കിൽ നാളെ രാവിലെ ഇങ്ങനെ ഈ ഏജൻസിയെ തള്ളിക്കൊണ്ട് ഏജൻസിക്കെതിരെ നിയമ നടപടി, ദ ഹിന്ദുവിൻ്റെ ലേഖിക്കെതിരെ നടപടി എന്ന രൂപത്തിലുള്ള പ്രതികരണത്തിലേക്ക് വരുമോ? അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അങ്ങനെ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർ പുറത്താകുമോ? അതാണ് അറിയേണ്ടത്. വേറെ ഏതെങ്കിലും ഉപദേഷ്ടാവ് ആ രൂപത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ആ പേര് പുറത്തു വരുമോ? അതൊക്കെ അറിയേണ്ടതുണ്ട്. ആ ചോദ്യങ്ങൾ ഉയരുക തന്നെ ചെയ്യും. അപ്പുറത്ത് കനകോരു, പ്രശാന്ത് കിഷോർ എന്നൊക്കെ ആവർത്തിച്ച് പറയുന്നവരാണ് ഈ കാര്യത്തിൽ കൃത്യമായ മറുപടി നൽകാതിരിക്കുന്നത് എന്നൊരു വിഷയം കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ ഈ PR ഏജൻസികൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ നേരത്തെ തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണമാണ്. കോവിഡ് കാലത്ത് കരുതൽ ഒരു കേന്ദ്രമായി മുഖ്യമന്ത്രി വരുന്നു. കാക്കയ്ക്കും പൂച്ചയ്ക്കും ഒക്കെ ഭക്ഷണം കൊടുക്കണമെന്ന് മുഖ്യമന്ത്രി പറയുന്നത് അതൊക്കെ തന്നെ ഒരു PR ഏജൻസി പ്രവർത്തിച്ച് അങ്ങനെ മുഖ്യമന്ത്രിയെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് എന്ന് അന്ന് തന്നെ രമേശ് ചെന്നിത്തല അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത് ആരോപണമാണ്. അന്ന് തന്നെ ഉന്നയിച്ച കാര്യങ്ങൾ ഇപ്പോൾ ശരിയായിരിക്കുന്നു എന്ന രൂപത്തിൽ ഇന്നും ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുകയാണ്. അപ്പോൾ PR ഏജൻസികൾ പല ഘട്ടങ്ങളിലായി ഇടത് സർക്കാരിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അന്ന് ആരോഗ്യമന്ത്രി KK ശൈലജയുമായി ബന്ധപ്പെട്ടും അങ്ങനെ ആരോപണം ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നേരത്തെയും ഉന്നയിച്ച ആരോപണങ്ങളാണ്. അതിൻ്റെ തുടർച്ചയായി അവർ വീണ്ടും ഉന്നയിക്കും. കൃത്യമായ മറുപടിയും കൃത്യമായ ഒരു പ്രതിഷേധവും അല്ലെങ്കിൽ നിയമ നടപടിയിലേക്ക് പോകുന്നു എന്ന പ്രതികരണവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ, അപ്പോൾ ചില കാര്യങ്ങൾക്ക് ദീർഘമായ സമയമെടുത്തുകൊണ്ട് പ്രതികരിക്കാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ അപൂർണമായി നിർത്തുന്നു എന്നുള്ളത് വീണ്ടും ചോദ്യങ്ങൾ ഉയർത്താൻ മാത്രമേ സഹായിക്കൂ എന്നുള്ളതാണ് പറയാനുള്ളത്. എനിക്ക് ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. എൻ്റെ ഉത്തരം നോ. വ്യക്തത വരുത്തിയോ എന്നാണ് ചോദ്യം. ശ്രീ അഗസ്റ്റ്. സ്മൃതി, സാധാരണഗതിയിൽ ഒരു പ്രിന്റ് മാധ്യമം ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഉണ്ണിബാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ലേഖിക ഉണ്ടാവും, ഒരു ഫോട്ടോഗ്രാഫർ മാക്സിമം ഉണ്ടാവും. അതാണ് സാധാരണ രീതിയിലൊരു കൂടെ മുഖ്യമന്ത്രിയുടെ കൂടെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മാധ്യമ ഉപദേഷ്ടാവോ അല്ലെങ്കിൽ മാധ്യമമായിട്ട് സംഭവം ആരെങ്കിലും ഒരാളുണ്ടാവും. സാധാരണ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഒരു പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം സാധാരണഗതിയിലുണ്ട്. പ്രൂഫ് റീഡിംഗ് എഴുതി കൊടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ എഴുതി കൊടുക്കുന്നതിന് മുന്നേ എന്താണ് പ്രിൻറ്റ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളൊന്ന് കാണിക്കണം എന്ന് പറയുന്ന ഒരു ഔചിത്യത്തോട് കൂടിയിട്ടുള്ള മറുപടി ഉണ്ടാവും. സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യാറുമുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഭാഗം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, കാരണം ഇതൊരു വീഡിയോ ഇൻ്റർവ്യൂ അല്ലല്ലോ, ഒരിക്കലും പ്രിൻ്റ് മാധ്യമത്തിൽ വരുന്നതാണല്ലോ. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കുകയോ വിട്ടുപോയോ പൂരിപ്പിക്കുകയോ ഒക്കെ ചെയ്യാനുണ്ടാവുന്ന ഒരു സാധ്യത എല്ലാ പ്രിൻ്റ് മാധ്യമങ്ങളും ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഒരു പ്രൂഫ് റീഡിങ് വന്നതിൻ്റെ ഭാഗമായിട്ട് അത് കറക്റ്റ് ചെയ്തത് കൊണ്ടാവാം എഴുതി തരണം എന്ന് ഹിന്ദു പറഞ്ഞിട്ടുണ്ടാകുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാധാരണഗതിയിൽ ഹിന്ദുവിനെ പോലെയുള്ള ഇത്രയും ക്രെഡിബിലിറ്റിയുള്ള ഒരു ദേശീയ മാധ്യമം ഒന്നും കാണാതെ അവർക്കൊരു ഉറപ്പ് കിട്ടാത്ത ഒരു ഭാഗത്തു നിന്നും ഒരു കൂട്ടിച്ചേർക്കൽ പറഞ്ഞാൽ മുഖ്യമന്ത്രി പറയുന്നത് പോലെ തന്നെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെയോ ഉള്ള ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ഉറപ്പ് കിട്ടാതെ അല്ലെങ്കിൽ അതുപോലെ എഴുതി കിട്ടാതെ അങ്ങനെ മാറ്റം വരുത്തും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഇത്രയും വലിയൊരു ദേശീയ മാധ്യമത്തിൻ്റെ, ഇത്രയും ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്ന ഒരു ദേശീയ മാധ്യമത്തിൻ്റെ, ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നിരുന്ന ഒരു ദേശീയ മാധ്യമത്തിൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഈ ക്രെഡിബിലിറ്റി തിരിച്ചു പിടിക്കാൻ വേണ്ടി ഈ പറയുന്ന ഹിന്ദുവിന് രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്ന്, ഈ പറഞ്ഞ ഓഡിയോ വീഡിയോ പുറത്തു വിടുക, 30 മിനിറ്റ് ഉണ്ട്, അത് പുറത്തു വിടുക. അല്ലെങ്കിൽ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ PR ഏജൻസി എഴുതി കൊടുത്തു എന്ന് പറയുന്ന ലെറ്റർ പുറത്തു വിടുക. ഇത് മാത്രമേ ഇനി പറയുന്ന ഈ സാധനത്തിൻ്റെ സത്യാവസ്ഥ പുറത്തു വരാനുള്ള മാർഗ്ഗമുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്രെഡിബിലിറ്റി തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ് ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം. ഇനി കേരളത്തെ സംബന്ധിച്ചിടത്തോളം, മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇതത്ര ഉണ്ണിബാലകൃഷ്ണൻ പറഞ്ഞ പോലെ ചെറിയ കാര്യമല്ല ഇവർ ചെയ്തിരിക്കുന്നത്. മലപ്പുറത്തെ പോലെ ഇത്രയും ന്യൂനപക്ഷങ്ങൾ, അതായത് മുസ്ലിം ന്യൂനപക്ഷം തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്തെക്കുറിച്ചിട്ട് ഒരു വാക്ക് ആഡ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ചില്ലറയാണോ? അതുമാത്രമല്ല, ഇന്നലെ രാവിലെ പ്രിൻ്റ് ചെയ്ത് പുറത്തു വന്ന പത്രമല്ലേ, ഇന്ന് ഉച്ചവരെ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഈ മാധ്യമ ഉപദേഷ്ടാക്കന്മാരും പ്രസ് സെക്രട്ടറിയും ഇവരൊക്കെ എന്ത് ചെയ്യായിരുന്നു? ഇത് ഇത്രയും വലിയൊരു സംവിധാനം ഇന്ന് ഉച്ചയ്ക്കാണോ അതിന് മറുപടി ചോദിക്കേണ്ടത്? അപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാരുടെ എല്ലാ ആരോപണത്തിനും കഴമ്പില്ലേ? ആ കഴമ്പ് ഇത് വലിയ രീതിയിൽ കത്തിപ്പടരും എന്നുള്ള നിലയ്ക്ക് വന്നതിന് ശേഷമാണോ ഇങ്ങനെ ഒരു കാര്യം വേണ്ടത്? ഇന്ന് മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? ഞാൻ ഡൽഹിയിലുള്ളപ്പോൾ ഒരു ഇൻ്റർവ്യൂ എടുത്തിരുന്നു. അതിൽ ഞാൻ പറയാത്ത ഒരു കാര്യം അവരുടെ ഭാഗത്തുനിന്നും കൊടുക്കുന്ന നില വന്നു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മാധ്യമധർമ്മം കൃത്യമായി പാലിച്ചു പോകുന്ന നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട മാധ്യമമാണ് ഹിന്ദു. അവരോട് വിശദീകരണം ചോദിക്കുകയും അവരതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഒറ്റ വാക്കിൽ തീർന്നു. ഇത്രയും വലിയ കാര്യത്തെക്കുറിച്ച് ഒറ്റ വാക്കിൽ തീരുന്നതല്ല. അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി പറയുന്നത് എന്താണ്? ഈ ഉണ്ണിബാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ ഞങ്ങൾ എതിർക്കപ്പെടേണ്ടതാണ്. അത് ഞങ്ങൾ എന്നും എതിർത്ത് പോകുന്ന ഒരു ശൈലിയുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഉണ്ണിബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ 3 4 5 കഴിഞ്ഞ ഒരു 4-5 ഇലക്ഷനിൽ ഒരു സ്ഥലത്ത് പോലും ന്യൂനപക്ഷ വർഗീയത പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ ഭാഗത്ത് നിന്നും ഈ പറഞ്ഞ CPM പോലെ ഒരു പ്രസ്ഥാനം PR ഏജൻസിയെ ഉപയോഗിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ഇന്നും ഇന്നലെയും വരുന്ന ആരോപണങ്ങളല്ല. ഈ 2021 ഇലക്ഷനും അതിന് മുമ്പുണ്ടായിരുന്ന LDF എല്ലാം ശരിയാവും എന്ന് പറയുന്ന ക്യാമ്പയിൻ തുടങ്ങി ഇങ്ങോട്ട് മുഴുവൻ ചെയ്യുന്നത് PR ഏജൻസിയാണ് എന്നുള്ള നിലയ്ക്ക് എല്ലാ കാര്യങ്ങളും PR ഏജൻസീൻ്റെ വാക്ക് കേട്ടിട്ടാണ് മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്ന നിലക്കുള്ള ആരോപണങ്ങൾ ഈ UDF ഭാഗത്തു നിന്നും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ലീഗിൻ്റെ ഭാഗത്തു നിന്നും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇപ്പോൾ ഇങ്ങനെ വരുന്നത്. പിന്നെ അതിനേക്കാൾ വലിയൊരു കാര്യം എന്ന് പറയുന്നത് RSSുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറഞ്ഞ തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടിട്ട് RSSും CPM തമ്മിലുള്ള അന്തർധാരയുണ്ട് എന്ന് പ്രതിപക്ഷവും ഭരണപക്ഷത്തിൻ്റെ MLA ആയിരുന്ന PV അൻവറും നിരന്തരം വിളിച്ചു പറയുന്ന സമയത്തിൻ്റെ അതിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള സമയമല്ലേ? ആ സമയത്ത് ദേശീയ മാധ്യമത്തിന് കൊടുക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൽ മലപ്പുറത്ത് പ്രതിനിധീകരിക്കുകയും ആ മലപ്പുറത്ത് നിന്നും ഇത്രയധികം കേസുകൾ വരിക എന്നൊക്കെ പറയുന്നത് അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു ഇൻ്റർവ്യൂ ആയി മുഖ്യമന്ത്രി ഇൻ്റർവ്യൂ ഇത് ഹിന്ദു എന്ന് പറയുന്ന ഇത്രയും വലിയ ദേശീയ മാധ്യമത്തിന് കൊടുക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എത്ര വലുതായിരിക്കും? അതിപ്പോൾ ഇന്നൊരു പത്രസമ്മേളനത്തിൻ്റെ അകത്ത് ഒരു അരക്കോളം വാർത്തയിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് കാര്യമുണ്ടോ? കാരണം അത് എവിടെ എത്തും? ഇന്നലെ ഇന്നുമായി ചർച്ച വരുന്നതിന് കേട്ട ആൾക്കാർ എത്രയുണ്ടാവും? ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഈ മലയാള മാധ്യമങ്ങളല്ലാതെ ദേശീയ മാധ്യമങ്ങൾ എത്ര ചർച്ചയ്ക്കെടുക്കും? ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആകെ ചർച്ചയ്ക്ക് എടുക്കുന്നതും ചർച്ച നടത്തുന്നതും മലയാള മാധ്യമങ്ങളാണ്. ഇനി നാളെ ഇത്രയും വലിയ ചർച്ചയായിട്ട് ഹിന്ദു ഇത് ചെയ്യുമോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദേശീയ മാധ്യമം ഇത് ചെയ്യുമോ? ഈ പറഞ്ഞ ദേശീയ മാധ്യമങ്ങൾക്ക് വന്ന വാർത്തകൾ മുഴുവൻ ജനങ്ങൾ മുഴുവൻ അറിഞ്ഞു. അപ്പോൾ ഈ PV അൻവർ എന്ന് പറഞ്ഞതുപോലെ തന്നെ PV അൻവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ഡോക്യുമെൻ്റാണ്.
ഈ ഡോക്യുമെൻ്റായി ആരെയാണോ ബോധ്യപ്പെടുത്തേണ്ടത് അവരുടെ മുന്നിൽ ഇത് കൊണ്ടു കൊടുക്കേണ്ട ഡോക്യുമെൻ്റായി ഈ പറഞ്ഞ ഇൻ്റർവ്യൂ മാറി. ആ ഇൻ്റർവ്യൂ മാറിക്കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഒരു ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനി ഇങ്ങനെ ഒരു സംവിധാനം സംഭവിച്ച് ഇന്നലെ രാവിലെ തുടങ്ങി, ഇന്നലെ രാവിലെ പ്രിൻ്റ് ചെയ്ത് പുറത്തു വന്ന ഒരു മാധ്യമത്തിൽ ഇന്ന് ഉച്ചവരെ ഈ മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യായിരുന്നു? സെക്കൻഡിൽ പറയണ്ടേ? ഇതിൻ്റെ ഒരു വലിപ്പം മനസ്സിലാക്കാൻ പറ്റാത്തവരാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്നത്? ഈ ഉപചാപക വൃന്ദത്തിൻ്റെ സംവിധാനത്തിൻ്റെ അകത്തേക്ക് മുഖ്യമന്ത്രി പെടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇന്നും സംശയമുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ ഡൽഹിയിൽ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. അവിടെ പി എം മനോജാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പി എം മനോജിൻ്റെ പിന്നെ കൂടെ ഉണ്ടായിരുന്നു അറിയില്ല. പക്ഷേ ഈ പറഞ്ഞ ഡൽഹിയിലൊരു ഇൻ്റർവ്യൂ നടക്കുമ്പോൾ ആ ഡൽഹിയിലേക്ക് ഇതുപോലെയുള്ളൊരു നാഷണൽ ഏജൻസി, ഇതുപോലെ നാഷണൽ PR ഏജൻസി, ഈ പറഞ്ഞ പോലെ വലിയ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്ന ഒരു നാഷണൽ ഏജൻസിയുടെ ആൾക്കാർ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് അവരെ സമീപിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ വേണോ എന്ന് ഹിന്ദു പറയുന്നതാണ് കേട്ടോ. ഹിന്ദു പറയുന്നത് ഹിന്ദുവിനെ സമീപിച്ചെന്ന് പറയുന്നത്. കേരള മുഖ്യമന്ത്രിൻ്റെ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് വേണോ എന്ന് പറഞ്ഞാൽ അവർ വേണ്ടാന്ന് പറയേണ്ട കാര്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പ്രധാനപ്പെട്ട ഇൻ്റർവ്യൂ ആണ്. അവരെ സംബന്ധിച്ച് ആരാണ് ഈ ഏജൻസിനെ സമീപിച്ചിട്ടുള്ളത് വലിയ കാര്യമല്ലേ? എങ്ങനെ ഈ പറഞ്ഞ സംവിധാനത്തിൻ്റെ ഭാഗമായി ഏജൻസി വന്നു എന്നുള്ളത് വലിയ കാര്യമല്ലേ? അപ്പം ആരെങ്കിലും ഒരാൾ ഇത് ബന്ധപ്പെട്ടിട്ടുണ്ടാവുമല്ലോ, അത് വെളിപ്പെടുത്തേണ്ട ഉത്തരവാദിത്തമേ ഈ ഏജൻസിക്കാണ്. ഈ മുഖ്യമന്ത്രി പറയാത്ത ഒരു കാര്യം ഈ പറഞ്ഞ ഹിന്ദുവിൽ അച്ചടിച്ച് വന്നാൽ അത് എഴുതിയ ക്രിമിനൽ ഒഫൻസ് അല്ലേ? ക്രിമിനൽ ഒഫൻസ് അത് PR ഏജൻസിയാണ് കൊടുക്കുന്നതെങ്കിൽ PR ഏജൻസിൻ്റെ പേരിൽ ക്രിമിനൽ ഒഫൻസിൽ കേസെടുക്കണം. മുഖ്യമന്ത്രി പറയാത്ത ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ വായിൽ തിരികെ കയറ്റിയ ഒരു ഹിന്ദുവാണ് എടുത്ത് ഹിന്ദുവിനെതിരെ കേസെടുക്കണ്ടേ? കാരണം അതൊരു ഖേദപ്രകടനത്തിൽ ഒതുങ്ങി പോവോ? അങ്ങനെ അപ്പോൾ ചോദിക്കുന്ന ചോദ്യം, ഇന്നത്തെ ഇൻ്റർവ്യൂവിൽ ഇനി നാളെ ഇൻ്റർവ്യൂകളൊക്കെ വരാൻ പോകുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ കള്ളവാർത്ത കൊടുത്താൽ നിങ്ങളെല്ലാവരും പ്രതിരോധിക്കുമോ എന്നുള്ളതല്ല. പക്ഷേ അതുപോലെയല്ല. മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ കൊടുക്കാത്ത കാര്യം എഴുതി ചേർത്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാല്യൂം, അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിൻ്റെ ക്രെഡിബിലിറ്റി അല്ല നഷ്ടപ്പെടുന്നത്. അതും ഇതുപോലെ തന്നെ സെൻസിറ്റീവായ വിഷയത്തിൽ സെൻസിറ്റീവായ കാര്യങ്ങൾ ഒരു പിന്നെ അതോറിറ്റി ഇല്ലാതെ എഴുതി ചേർക്കുക എന്ന് പറയുന്നത് എത്ര വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ എത്ര ലാഘവത്തോടുകൂടിയാണ് CMO മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ഉണ്ണിബാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി അതിനെ ലഘൂകരിച്ചു. ആ ലഘൂകരണത്തിൽ എനിക്ക് വിശ്വാസക്കുറവുണ്ട്. ആ ലഘൂകരണത്തിലാണ് അതിൻ്റെ വിശ്വാസക്കുറവ്. ആ ലഘൂകരിച്ചില്ലായിരുന്നെങ്കിൽ അത് പറയും ഇതിന് സ്ട്രോങ് ആയ നിലപാട്, ഇത് പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇതെൻ്റെ വായിൽ തിരികെ കയറ്റേണ്ട കാര്യമുണ്ട്. സാധാരണ മുഖ്യമന്ത്രി അങ്ങനെയാണല്ലോ പറയാറ്. ഈ എൻ്റെ വായിൽ നിങ്ങൾ പറയാത്ത കാര്യങ്ങൾ തിരികെ കയറ്റണ്ട എന്ന് പറയുന്ന മുഖ്യമന്ത്രിയല്ലേ? ആ മുഖ്യമന്ത്രിയുടെ ഒരു പിന്നെ ഇതെന്താണ്, ആ മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞത് എന്ത്? രാജ്യത്തെ പ്രധാനപ്പെട്ട എന്താണ് പിന്നെ മാധ്യമ ധാർമ്മികതയുള്ള പത്രം എന്ന് പറഞ്ഞിട്ട് അതിനെ അങ്ങ് ചുരുക്കിക്കളഞ്ഞത്. മാധ്യമ ധാർമ്മികതയുള്ള പത്രം അല്ല എന്നുള്ളതല്ല, മാധ്യമ ധാർമ്മികത ഉള്ള പത്രമാണെങ്കിൽ തെറ്റ് ചെയ്താൽ അത് തെറ്റിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വേണം ശിക്ഷ എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ചുരുക്കിക്കാണുക എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും മുഖ്യമന്ത്രി അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ആളുമല്ല. മുഖ്യമന്ത്രിയുടെ വായിൽ പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളല്ല. പക്ഷേ അതിനെ ഉപയോഗപ്പെടുത്തുന്ന ഒരു സംവിധാനം ഈ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ആയി ബന്ധപ്പെട്ട ആർക്കോ ഉണ്ട്. അതുകൊണ്ടാണല്ലോ CMO ഓഫീസിൽ നിന്നും പിന്നെ ചീഫ് മിനിസ്റ്റർ ഇൻ്റർവ്യൂ വേണോ എന്ന് ഒരു ഏജൻസി വിളിച്ചു ചോദിക്കുന്നത്. അപ്പോൾ ആ ഏജൻസിക്ക് ഒരു അജണ്ട ഉണ്ടാവില്ലേ? ഏജൻസിൻ്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നേരത്തെ ഉണ്ണിബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് പിന്നെ കേരളത്തിലെ ഇന്ത്യയിലെ ഏത് മാധ്യമ സ്ഥാപനത്തെ കിട്ടാനാണ് മുഖ്യമന്ത്രിക്ക് ബുദ്ധിമുട്ട്? ഒരു ഫോൺ കോളിൽ കിട്ടും. കേരളത്തിലെ ഈ പറഞ്ഞ ദേശീയ മാധ്യമങ്ങളുടെ എല്ലാ ദേശീയ മാധ്യമങ്ങൾക്കും തിരുവനന്തപുരത്ത് ബ്യൂറോയോ അല്ലെങ്കിൽ പിന്നെ ബ്യൂറോ ചീഫുകളോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനമോ ഉണ്ട്. ഇതിലൊരു അവ്യക്തതയുണ്ട്. അതായത് ഈ പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അല്ല CPM പ്രതിനിധി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബന്ധപ്പെട്ടത് ഈ ജേർണലിസ്റ്റ് തന്നെയാണ്, അവർ തന്നെയാണ് ബന്ധപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ വിളിച്ചാൽ മതി ശരിയാക്കാം എന്നൊരു ഒരു കാര്യം എവിടെന്നോ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, പക്ഷെ അങ്ങനെയാണെങ്കിൽ ഹിന്ദുവിന്റെ ഈ പറച്ചിൽ എന്താണ്? ഏതാ ഈ ഹിന്ദു പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ വരി എന്ന് പറയുന്നത്? അതെ, ഏജൻസി കൈസാൻ അപ്രോച്ച് ദ ഹിന്ദു ഓഫറിംഗ് ആൻ ഇന്റർവ്യൂ വിത്ത് ചീഫ് മിനിസ്റ്റർ പിണറായി. Our journalist interviewed the CM at Kerala House at 9 AM on September 29, where 2 representatives of the PR agency were also present along with the CM. അപ്പോൾ ഇവിടെ ഇപ്പോൾ അരുൺകുമാറിന്റെ ഇൻഫർമേഷൻ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഏതായാലും പാർട്ടി പറയാൻ പറഞ്ഞ വിശദീകരണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഹിന്ദു വീണ്ടും കുഴപ്പത്തിൽ ആക്കുന്നു. അതായത് ഒരു കാര്യം ഉറപ്പാണ് ഉണ്ണിബാലകൃഷ്ണൻ, ഒന്നിലെ ഹിന്ദു നുണ പറയുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഏതെങ്കിലും ഒന്ന്. രണ്ട് കാര്യങ്ങളുണ്ട്. ഹിന്ദു PR ഏജൻസിയുടെ 100% തള്ളുകയാണെങ്കിൽ ഈ PR ഏജൻസി ഒന്നിൽ ഹിന്ദുവിന്റെ ഭാഗമായി വരണം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗമായി വരണം. ഹിന്ദു പറഞ്ഞതിനെ ശരിവെക്കുന്നുണ്ട് ഏജൻസി നമ്മൾ വിളിക്കുമ്പോൾ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഞങ്ങൾക്ക് ബന്ധമുണ്ടെന്നാണ്.
അങ്ങനെ ഒരു വരിയെ ഞാൻ പറയുന്നുള്ളൂ. ഇനി വേറെ കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് ഈ ഹിന്ദുവിൻ്റെ വിശദീകരണത്തിൽ ഒട്ടും തന്നെ ദഹിക്കാത്തൊരു കാര്യം, ഇപ്പം നമ്മളെല്ലാം ജേർണലിസ്റ്റുകളാണല്ലോ. ഇപ്പം സ്മൃതി പോയിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇൻ്റർവ്യൂ എടുത്തു, തിരിച്ചു വന്നു. അപ്പം മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് തരപ്പെടുത്തി തന്ന ഒരു ഏജൻസി അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഏജൻസിയുടെ ഒരു പ്രതിനിധി സ്മൃതിയെ വിളിച്ചിട്ട് പറയാണ്, അതെ മുഖ്യമന്ത്രിയുടെ ആ ഇൻ്റർവ്യൂവിനകത്ത് 2 വരി ഇതുകൂടി ചേർക്കണം എന്ന് പറഞ്ഞാൽ ആ ഏജൻസിയുടെ പ്രതിനിധിയാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ചേർക്കുമോ? ഇല്ല. അതെങ്ങനെ ചേർക്കാൻ പറ്റും? അയ്യോ, ഒരിക്കലും ചേർക്കാൻ ഒരു ഏജൻസിയുടെ പ്രതിനിധി വന്നിട്ട് മുഖ്യമന്ത്രി ഇങ്ങനെ കൂടെ പറഞ്ഞിട്ടുണ്ട്, അത് വേറെ സ്ഥലത്ത് പറഞ്ഞതാണ്, നിങ്ങൾ അതുകൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ ഏത് ജേർണലിസ്റ്റാണ് അതിന് തയ്യാറാവുക? അതേസമയം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയോ അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ മാധ്യമ ഉപദേഷ്ടാവോ മുഖ്യമന്ത്രിയുടെ പ്രതിപുരുഷനോ പ്രതിപുരുഷന്മാർന്നോ ഒക്കെ പറയാവുന്ന ഒരാളാണ് നിങ്ങൾ വിളിച്ചിട്ട്, അതെ മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊന്ന് ഇതുകൂടി ഉൾപ്പെടുത്തിക്കോളൂ കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഉൾപ്പെടുത്തിയെന്നിരിക്കും. കാരണം അവിടെ സംശയിക്കേണ്ട കാര്യമില്ല. കാരണം മുഖ്യമന്ത്രിയുടെ ഒരു പ്രതിപുരുഷനായിട്ടുള്ള ആളാണ് പറയുന്നത്. മുഖ്യമന്ത്രി നേരിട്ട് എന്നെ വിളിച്ച് പറയുന്നത് ഞാൻ പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്താണെന്നറിയോ, ഈ PR ഏജൻസി എഴുതി തന്നു പറയുന്നുണ്ട്. അല്ല, PR ഏജൻസി എഴുതി തന്നു, പക്ഷെ ആ PR ഏജൻസി എഴുതി തരുന്ന കൊടുക്കുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അവിടെ എങ്ങനെ ശരിയാവുക? ഇന്നത്തെ കാര്യത്തിൽ മുഖ്യമന്ത്രി പറയുന്ന കാര്യം വിശ്വാസത്തിലെടുക്കണം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പറയുന്നു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത്. ഹിന്ദു എന്ത് പറയുന്നു? PR ഏജൻസി എഴുതി തന്നു എന്ന് പറയുന്നു. അപ്പൊ അതാരാ? അല്ല, മുഖ്യമന്ത്രി ഇതിലൊന്നും പറഞ്ഞിട്ടില്ല. ഏതാ PR ഏജൻസിയുമായി ബന്ധപ്പെട്ട് ഇത് പറഞ്ഞിട്ടില്ല. പക്ഷെ മുഖ്യമന്ത്രി പറയുന്നു ഞാൻ പറയാത്ത കാര്യമാണ് അച്ചടിച്ചു. പക്ഷെ ഹിന്ദു എന്ത് പറയുന്നു? PR ഏജൻസി എഴുതി തന്നു എന്ന് പറയണം. അപ്പൊ ആരാണ് എഴുതി കൊടുത്തിരിക്കുന്നത്? PR ഏജൻസി എഴുതി കൊടുക്കുന്നത്. ഈ PR ഏജൻസി മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണോ എഴുതി കൊടുത്തത് എന്നുള്ളത് PR ഏജൻസിയാണ് പറയേണ്ടത്, അല്ലേ? അപ്പൊ എന്തായാലും ചെയ്തിട്ടുണ്ട്. പൈസ കൊടുത്തു. അല്ല, ഈ ഹിന്ദു ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഏജൻസി പറഞ്ഞ കാര്യം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എഴുതി ചേർത്തു എന്നുള്ളത് ഹിന്ദു ഓൾറെഡി ഇപ്പൊ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അല്ല, ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇനി ഹിന്ദുവിന് പറയാവുന്നൊരു കാര്യമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം ഹിന്ദുവും റിപ്പോർട്ട് ചെയ്തതാണല്ലോ, ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തതാണല്ലോ. ഹിന്ദുവിന്റെ റിപ്പോർട്ടിംഗ് അന്നത്തെ ഞാൻ വായിക്കാം. മിസ്റ്റർ വിജയൻ നോട്ടഡ് ദാറ്റ് മോസ്റ്റ് ഗോൾഡ് ഷീഷേഴ്സ് an estimated 124 kg and Hawala interdiction 87.22 crore were from Malappuram. നോട്ടബിളി മിസ്റ്റർ അൻവർ റെപ്രസെൻറ്റ്സ് ദി നിലമ്പൂർ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഇൻ ദി ഡിസ്ട്രിക്ട്. കൃത്യമായിട്ട് അന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മലപ്പുറത്ത് നിന്ന് ഇത്രയും പണവും സ്വർണവും പിടിച്ചെടുത്തിട്ടുണ്ടെന്ന് മിസ്റ്റർ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് ഈ വാർത്താ സമ്മേളനത്തിൽ. അതാണ് ഞങ്ങൾ വോട്ട് ചെയ്തതെന്ന് പറയാമായിരുന്നല്ലോ. അവരുടെ പത്രത്തിൽ തന്നെയാണല്ലോ 3 ദിവസം മുമ്പ് ഇത് അടിച്ചു വന്നത്. പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിൽ അതിലൊരു ഔചിത്യ പ്രശ്നമുണ്ട് സാർ. അത് ഔചിത്യ പ്രശ്നമുണ്ട്. കാരണം ഒരു ഞാനിപ്പോൾ എൻ്റെ ഒരു എൻ്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ കൊടുക്കുന്നത് അതാണ്. അവിടെയാണ് പ്രശ്നം. അതാണ് മാധ്യമ ധാർമ്മികത. അതായത് 2 ദിവസം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും, 2 വർഷത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും, 2 മാസത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയ ഒരു പോസ്റ്റാണ്. അത് ജനങ്ങളോട് ഉത്തരവാദിത്തപ്പെട്ട് നിൽക്കുന്ന ഒരാളുടെ പോസ്റ്റാണ്. അയാൾ ഈ നിമിഷം ഇപ്പോൾ ഇരുന്ന് നിങ്ങളോട് പറയുന്നത് മാത്രമേ നിങ്ങൾക്ക് ക്യാരി ചെയ്യാനുള്ള അവകാശമുള്ളൂ. അതിന് പുറത്ത് അയാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലോ, റെക്കോർഡും ഇല്ല. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ PR ഏജൻസി മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിക്കാൻ, അല്ല മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി അവർക്ക് നേരിട്ട് ബന്ധമാണെന്നാണല്ലോ ധരിപ്പിക്കുന്നത് ഹിന്ദുവിനെ. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞ പ്രകാരമാണ് ഞങ്ങൾ പറയുന്നത് എന്ന രൂപത്തിലാണോ പറഞ്ഞതെങ്കിൽ അറിയില്ല. എനിക്ക് മനസ്സിലാകാത്തത് ഇപ്പോഴും നമ്മൾ ഈ തുടക്കത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഹിന്ദു പോലെ ഒരു നാഷണൽ ഡേ ചെയ്തുകൂടാ. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആക്സസിബിൾ ആണ് സ്മൃതി, വളരെ അത് ഞാൻ പറയുന്നത് ഹിന്ദുവിന്റെ തിരുവനന്തപുരത്തെ കറസ്പോണ്ടന്റ് വിളിച്ചിട്ട് പ്രസ് സെക്രട്ടറിയോടോ പ്രസ് അഡ്വൈസറോടോ CM-മായി ഒരു അപ്പോയിന്റ്മെന്റ് വേണമെന്ന് പറഞ്ഞാൽ നിസ്സാരമായ അത് ലഭിക്കും. അതിപ്പം ഹിന്ദുവിൻ്റെ മാത്രം സവിശേഷതയല്ല. ഇപ്പം മലയാള ടെലിവിഷൻ ചാനലുകളുടെ മുൻനിരയിൽ നിൽക്കുന്ന ഏത് ചാനൽ എടുത്ത് നോക്കിക്കോളൂ നിങ്ങൾ. നിങ്ങളുടെ പിന്നെ ഈ ഡൽഹിയിൽ ഈ ലെഫ്റ്റ് ബീറ്റ് നോക്കുന്ന ഒരു മാധ്യമപ്രവർത്തകയ്ക്ക് ഡൽഹിയിലൊരു മുഖ്യമന്ത്രിയുടെ ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ മുഖ്യമന്ത്രിയുടെ ഒരു ഇന്റർവ്യൂ കിട്ടുക എന്ന് പറയുന്നൊന്നും വലിയ കാര്യമല്ല ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം. ഒന്നുമല്ല. അപ്പൊ അവിടെ ഒരു PR ഏജൻസി വരിക എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാവാം? സപ്പോർട്ടിന് വേണ്ടിയിട്ടാവാം എന്ന് നമുക്ക് വെക്കാം. പക്ഷേ ഇത് ഈ PR ഏജൻസി വരുന്നു. കൈനസ് അല്ലേ, കൈസാൻ എന്ന് പറയുന്ന ഈ പറയുന്ന PR ഏജൻസി ഹിന്ദുവിനോട് അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നു. ദെൻ ഹിന്ദു അതിന് തയ്യാറാകുന്നു, അവിടെ പോയിട്ട് ഇൻ്റർവ്യൂ എടുക്കുന്നു. ഓക്കെ, ഫൈൻ, അവിടം വരെ കറക്റ്റ്, കുഴപ്പമില്ല. ഒരു ഇലക്ഷൻ പീരീഡിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് കേട്ടോ. ഇപ്പം ചില ഏജൻസികൾ മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ നിങ്ങൾ കൊടുക്കണം, ഈ രീതിയിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ സമീപിച്ചിട്ടുണ്ട്.
അല്ലാതൊരു നോർമൽ സിറ്റുവേഷനിൽ മുഖ്യമന്ത്രിയുടെ ഒരു ഇൻ്റർവ്യൂ പോട്ടെ, അപ്പോഴും ഞാൻ പറയുന്നു ഒരു PR ഏജൻസി നിങ്ങളെ സമീപിക്കുന്നു, നിങ്ങൾ അവിടെ പോകുന്നു, ഇൻ്റർവ്യൂ എടുക്കുന്നു, തിരിച്ചു വരുന്നു. എന്നിട്ട് പക്ഷേ എന്തൊരു അസ്വാഭാവികതയാണ്, ആ PR ഏജൻസിയിലെ 2 റെപ്രസെൻറ്റേറ്റീവ്സ് അതിനോടൊപ്പം ഇരുന്നു എന്നുള്ളത് പോട്ടെ, അത് കഴിഞ്ഞിട്ട് ഇവരോട് ആവശ്യപ്പെടുന്നത് ഇവരങ്ങ് ഉൾപ്പെടുത്തുകയാണ് ഇതിനകത്ത്. എന്ത് അവരെഴുതി തന്നു എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം. ഞാനത് അങ്ങേയറ്റം പിന്നെ എന്താ പറയുക, അസാധാരണമായൊരു സാഹചര്യമാണ്. ഞാനത് വിശ്വാസത്തിലെടുക്കുന്നതേയില്ല. ഈ PR ഏജൻസിയുടെ പിന്നിൽ മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ള ഒന്നിലധികമോ ആളുകളുണ്ട്. ആ വിശ്വാസ്യതയിലാണ് ഇത് നിൽക്കുന്നത്. PR ഏജൻസിക്ക് എന്ത് വിശ്വാസ്യതയാണ്? നാളെ ഏതെങ്കിലും ഒരു PR ഏജൻസി വന്നിട്ട് എന്നോട് പറയുകയാണ്, മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ നിങ്ങൾ എടുത്തല്ലോ, അതിനകത്ത് 2 വരി ഇതുകൂടി അങ്ങ് ഉൾപ്പെടുത്തിക്കുമെന്ന് പറഞ്ഞാൽ ഞാനുണ്ടെങ്കിൽ അങ്ങോട്ട് അത് ഉൾപ്പെടുത്താണ്ടിരിക്കുന്ന ഒരാളാണ്. അത് ചെയ്യാൻ പാടുണ്ടോ? അതേസമയം മുഖ്യമന്ത്രിയുമായി അടുത്ത് നിൽക്കുന്ന ഒന്നിലധികം ആളുകളോ ഈ പറയുന്ന PR ഏജൻസി ത്രൂ എന്നോട് പറയുകയാണ് ഇങ്ങനെ ചെയ്തോളൂ, അല്ലെങ്കിൽ അവർ തന്നെ നേരിട്ട് പറയുകയാണ് ചെയ്തെങ്കിൽ ചിലപ്പോൾ ഞാൻ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം എനിക്ക് നിങ്ങളെ വിശ്വാസമാണേ. നിങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രി പറയുന്നത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മാത്രമല്ല, മുഖ്യമന്ത്രി 2-3 ദിവസം മുമ്പ് അത് പറഞ്ഞിട്ടുമുണ്ട്, ഇതേ വിഷയം പറഞ്ഞിട്ടുണ്ട്, മറ്റൊരു വാർത്താ പറയാത്ത കാര്യവുമല്ല. പക്ഷേ വളരെ പ്രധാനമാണ്. ഇപ്പം അങ്ങനെ ഒരു കാര്യം ഇപ്പോൾ മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞ സ്ഥിതിക്ക്, അതായത് ഞാൻ അങ്ങനെ ആ ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ ഈ വാക്ക് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക്, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു, അതിൻ്റെ ഒരു ക്ലാരിറ്റി ചോദിച്ചു, അപ്പോൾ അവർ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അവരും രേഖപ്പെടുത്തിയ സ്ഥിതിക്ക് ഇത് നിങ്ങൾ പറഞ്ഞതുപോലെ ക്രിമിനൽ സ്വഭാവമുള്ള കേസാണ്. ഒരു കാര്യം ഞാൻ വെറുതെ ഓർമ്മിപ്പിക്കാം. രസകരമായൊരു സംഭവമുള്ള ബാലകൃഷ്ണപിള്ള സാറിന്റെ മന്ത്രിപ്പണി ഒരിക്കൽ പോയിട്ട് എന്താ കാര്യം അറിയാവൂ, പഞ്ചാബ് മോഡൽ പ്രസംഗമാണ്. നമ്മളോട് കേരളത്തോട് ഇങ്ങനെ കളിച്ചാണല്ലോ, കേരളം പഞ്ചാബ് ആകുമെന്നൊരു മന്ത്രി പറഞ്ഞപ്പോൾ മന്ത്രിയുടെ പണി പോയി ഈ സംസ്ഥാനത്ത്. അങ്ങനെ ഒരു കാര്യം ഓർക്കണം വെച്ചാൽ, അത് ഒരു പ്രദേശത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു, ഒരു ജനതയെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ സമയത്ത് ഒരു മന്ത്രിക്ക് കേരളത്തിൽ രാജിവെക്കേണ്ടി വന്ന അനുഭവമുണ്ട്. അതുപോലെയാണ് മലപ്പുറം എന്നൊരു ഭയങ്കര സെൻസിറ്റീവായ കാര്യം പറയുക, അവിടുത്തെ ജനങ്ങളെ മുഴുവൻ അവിശ്വാസത്തിലാക്കുക, അതിൻ്റെ ഉത്തരവാദിയായി മുഖ്യമന്ത്രിയെ മാറ്റി തീർക്കുക, ആ മുഖ്യമന്ത്രിയുടെ വാക്കുകളെ പിടിച്ചുകൊണ്ട് സംസ്ഥാനത്തൊരു വലിയ രാഷ്ട്രീയ സാമൂഹിക വർഗീയ വിവാദം കത്തിപ്പടരുക. അങ്ങനൊരു സാഹചര്യം സൃഷ്ടിച്ച് കഴിഞ്ഞാൽ ഒരു മാധ്യമം ചെയ്യുന്നത് പിന്നെ അങ്ങനെ ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവുക? അതിനപ്പുറത്തേക്ക് കടന്നുകൊണ്ട് CPM-ന്റെ ആവശ്യമാണ്, മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെ ആവശ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് അത്ര ലളിതമായൊരു അടുത്ത കാലത്തായിട്ട് CPM മേടിക്കുന്ന അടികളുടെ എല്ലാം വടിവെട്ടി വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നത് CPM തന്നെയാണെന്നുള്ളതാണ് മനസ്സിലായി. PV അൻവറിന്റെ കേസിന്റെ ആണെങ്കിലും ഇപ്പൊ ഈ കേസിലാണെങ്കിലും RSSുമായി ബന്ധപ്പെട്ട കേസിലാണെങ്കിലും എല്ലാം ഈ ഹിന്ദുവിൽ വന്ന വിഷയത്തിൽ തന്നെ AK ബാലൻ എന്ന രാവിലത്തെ പ്രതികരണം കണ്ടല്ലോ. എത്ര മോശം പ്രതികരണമാണ്, എത്ര ഡാമേജിങ് ആയിട്ടുള്ള പ്രതികരണമാണ്. ഹിന്ദു എന്നൊക്കെ കേൾക്കുമ്പോൾ അൻവറിന് തോന്നുന്നത് അത് ഹിന്ദുക്കൾ എന്താണ്, ഒരു വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാരോടാണ് സംസാരിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്, മനോഭാവമാണ് അത്. അപ്പൊ ഞാൻ പറയുന്നത് ഇന്നിപ്പം പിന്നെ അതാണ് ഞാൻ പറഞ്ഞ ക്ലാരിറ്റി വരുത്തിയതിനകത്ത് PV അൻവറിന്റെ കാര്യത്തിലാണ്. PV അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങളുടെ പേരിൽ ഒരു സംസ്ഥാനത്ത് ഒരു SIT-യെ നിയോഗിക്കേണ്ടി വന്നില്ലേ? ചെറിയ കാര്യമാണ്. നിങ്ങളുടെ പോലീസിൽ ഇത്തരത്തിൽ സംഖ്യവൽക്കരണം നടക്കുന്നു, പോലീസ് ക്രിമിനലായ പല ആക്ടിവിറ്റീസിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന വിഷയത്തിൻ്റെ മേലൊരു അന്വേഷണം ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട MLA പറഞ്ഞാൽ അന്വേഷിക്കണം കേട്ടോ, അത് PV അൻവർ എന്നല്ല, ആര് പറഞ്ഞാലും അന്വേഷിക്കണം. അതിന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ടെന്നേ. ഞങ്ങൾ എത്ര പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്തു. ഞങ്ങളോട് ഈ സ്വർണ്ണക്കള്ളക്കടത്ത്, പിന്നെ സ്വർണം പൊട്ടിക്കൽ, ഹവാല പണമിടപാട്, ക്രിമിനൽ ഗൂഢാലോചന, ഇത്തരം കാര്യങ്ങളിലൊക്കെ പോലീസിന് റോളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അന്വേഷിക്കാൻ SIT-യെ വെച്ചില്ലേ? ഞങ്ങൾ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തില്ലേ? അപ്പം ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അവിടെ ഒരു പുകമറ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അൻവറിനെതിരെയും അന്വേഷണം നടത്തണം, ആ ഔദ്ധത്യം കാണിക്കണം. നിങ്ങൾ വെറുതെ ആളുകളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയല്ല വേണ്ടത്. ഇവർ രണ്ടും പരസ്പരം സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ടിരിക്കട്ടോ. അങ്ങനെയുണ്ട്. പിണറായിയെ PV അൻവറും PV അൻവറിനെ പിണറായിയും സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നാടകത്തിന്റെ സാക്ഷികളാണ്, ദൃക്സാക്ഷികളാണ് നമ്മൾ എന്നുള്ളത് ഖേദകരമായ അവസ്ഥയാണ്. അല്ല, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് കാര്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയ നിലപാട് സ്വീകരിക്കുന്ന RSSനെ എതിർക്കേണ്ടതുണ്ട്. അതിനെ അർത്ഥം ഹിന്ദുക്കളെ ആകെ എതിർക്കുന്നു എന്നാണോ എന്ന് ചോദിക്കുമ്പോഴാണ് ഇവിടെ RSSുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ തൃശ്ശൂരിൽ ഈ ADGP അജിത് കുമാർ പോയ കാര്യത്തിന് അജിത്തുകൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് CPM-നെ CPI-നെ ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടില്ല ഈ സമയം വരെ. ഈ സമയം ആ സ്ഥാനത്ത് ഈ പറയുന്ന അജിത് കുമാർ നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ പിണറായി വിജയൻ പറയുന്നത്, മുഖ്യമന്ത്രി പറയുന്നത് എന്താണ്, വലിയ വർഗീയ നിലപാട് സ്വീകരിക്കുന്ന RSSനെ എതിർക്കേണ്ടതുണ്ട്, അത് ഞങ്ങൾ നേരത്തെ ചെയ്യുന്നുണ്ട്, ആ നിലപാട് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാണ്, അതെന്ന് വെച്ചാൽ ഹിന്ദുക്കളെയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ RSSുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ അതൊരു അക്ഷരം മിണ്ടുന്നില്ല. അപ്പം ഞാൻ പറയുന്നത് പഴയ പോലെ അല്ലല്ലോ, പണ്ടത്തെ കാലത്തെന്ന് പറയുന്നത് ഇന്നത്തെ പത്രം അച്ചടിച്ച് നാളെ രാവിലെ വരുന്നത് വരെ വലിയൊരു സമയം ഉണ്ടായിരുന്നു ഉണ്ടല്ലോ. ഇന്നത്തെ സമയം അതല്ല. ഇന്ന സമയത്ത് പിന്നെ ഈ പറഞ്ഞ ഹിന്ദുവിൻ്റെ പിന്നെ റിപ്പോർട്ട് വന്ന് 5 മിനിറ്റ് PV അൻവർ ലൈവിലാണ്.
5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത കുഞ്ഞാലിക്കുട്ടി ലൈവിലാണ്, 5 മിനിറ്റ് സലാം. വി ഡി സതീശൻ CMS സലാം ലൈവിലാണ്. കാരണം ഇത്രയധികം അത് കഴിഞ്ഞപ്പോൾ ഇകെയുടെയും AP വിഭാഗത്തിന്റെയും പ്രസ്താവനകൾ വന്നു. ഇങ്ങനെ പടപെടാവുന്ന കാര്യങ്ങൾ കാരണം ഇപ്പം ഒരു നുണ പറഞ്ഞാൽ ഇപ്പം പറയാത്ത കാര്യങ്ങൾ നോക്കിയും കണ്ടും പറഞ്ഞില്ലെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ അതിന്റെ റിയാക്ഷൻ വന്നിട്ടുണ്ടാവും, 5 മിനിറ്റിനുള്ളിൽ. അപ്പം അതുകൊണ്ടാണ് അത് മുഖ്യമന്ത്രി നല്ലതായിട്ട് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ വരുന്നിടത്താണ് ഇത് സമയമെടുത്ത് പ്രതികരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് സമയത്ത് പ്രതികരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അല്ല, ഇപ്പം പൊതുവെ CPM എടുക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് പഠിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുക എന്ന് പറയുന്ന നിലപാടാണ്. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു പറയുക, പഠിച്ചിട്ട് നിലപാട് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇത് പോവാണ്. പഠിക്കുന്നതിന്റെ അല്ല, ഇത് മുഖ്യമന്ത്രിയുടെ ക്രെഡിബിലിറ്റി തന്നെ ബാധിക്കുന്ന വിഷയമല്ല. അതിൽ പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞില്ലേ? അപ്പോൾ നമുക്ക് വ്യക്തത വരുത്തിയെന്നാണോ? ഞാൻ വ്യക്തത വരുത്തി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഇപ്പൊ പറഞ്ഞ ഒരു കാര്യം എൻ്റെ ഭാഗത്തു നിന്നുള്ള കേട്ടോ. മുഖ്യമന്ത്രി ഇപ്പൊ പറഞ്ഞ കാര്യത്തിന്റെ അകത്ത് ഈ PR ഏജൻസിയുടെ ഒഴിച്ചിട്ട് ഉണ്ണിബാലകൃഷ്ണൻ പറഞ്ഞ കാര്യത്തിൽ ബാക്കിയുള്ള PR ഏജൻസിയുടെ കാര്യത്തിൽ വരുത്തിയിരിക്കുന്ന അവ്യക്തത തന്നെ ഒരു വ്യക്തതയായിട്ട് കാര്യം മനസ്സിലായി അല്ലേ? അതെ. ശരി, അപ്പോൾ വ്യക്തത വരുത്തിയോ എന്ന ചോദ്യത്തിന് 2 പേർ യെസ് എന്നും ഞാൻ നോ എന്നും. എൻ്റെത് പൂർണ്ണമായും ഒരു കാര്യത്തിലും വ്യക്തതയില്ല എന്നുള്ളത് തന്നെയാണ്. ഓക്കെ അപ്പോൾ Meet the editors.